മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് ക്യാരക്ടറാണ് ഹൾക്ക്. എന്തുകൊണ്ടാണ് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ഇൻഫിനിറ്റി സ്റ്റോൺസ് ഉപയോഗിച്ച് ഹൾക്ക് സ്നാപ്പ് ചെയ്തപ്പോൾ ഹൾക്കിന്റെ കൈക്ക് വളരെയധികം ഡാമേജ് പറ്റിയത്? അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ താനോസ് ഇൻഫിനിറ്റി സ്റ്റോൺസ് ഉപയോഗിച്ച് സ്നാപ്പ് ചെയ്തപ്പോൾ താനോസിന്റെ കൈക്ക് ഹൾക്കിന്റെ അത്ര ഡാമേജ് പറ്റിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഹൾക്കിന്റെ കൈക്ക് ഇത്രയധികം ഡാമേജ് ഉണ്ടാവാൻ കാരണം ബ്രൂസ് ബാനറും ഹൾക്കും ഒന്നിച്ചു ചേർന്ന പ്രൊഫസർ ഹൾക്കായിട്ട് മാറിയതുകൊണ്ടാണ്. പ്രൊഫസർ ഹൾക്ക് ആയതോടെ ഹൾക്കിനെ വളരെ വീക്ക് ആയിട്ടാണ് കാണിച്ചത്. ഹൾക്കിനെ ശക്തനാക്കുന്ന റേജ് അല്ലെങ്കിൽ ഹൾക്കിന്റെ ആങ്കർ ഒന്നും പ്രൊഫസർ ഹൾക്കില് നമുക്ക് കാണുവാൻ സാധിക്കില്ല. താനോസിന്റെ പ്രധാന ലക്ഷ്യം അത്ര കോംപ്ലിക്കേറ്റഡ് അല്ലായിരുന്നു. കാരണം താനോസിന് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് യൂണിവേഴ്സിലെ ഹാഫ് ഓഫ് ദ പോപ്പുലേഷനെ ഇല്ലാതാക്കിയിട്ട് യൂണിവേഴ്സിൽ ഒരു ബാലൻസ് കൊണ്ടുവരിക എന്നത്. ആ കാരണം കൊണ്ട് തന്നെ സ്നാപ്പ് ചെയ്യുന്നതിലൂടെ താനോസിന് കുറവ് ഡാമേജ് ആണ് സംഭവിച്ചത്. എന്നാൽ ഹൾക്കിന്റെ ലക്ഷ്യം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അതായത് അവസാന 5 വർഷത്തെ പ്രധാന ഈവന്റ്സിനെ ബാധിക്കാതെ വേണം ഡസ്റ്റ് ആയി പോയ യൂണിവേഴ്സിലെ ഹാഫ് ഓഫ് ദ പോപ്പുലേഷനെ ഹൾക്കിന് തിരികെ കൊണ്ടുവരാൻ. സോ അതുകൊണ്ട് തന്നെ വളരെ സ്ട്രഗിൾ ചെയ്താണ് ഹൾക്ക് സ്നാപ്പ് ചെയ്യുന്നതും ഹൾക്കിന്റെ കയ്യിൽ വളരെയധികം ഡാമേജ് പറ്റിയതും.